ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് കാൾ ഓൺ. ഇപ്പോൾ കാൾ ഓൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കാൾ ഓൺ എന്ന ഫ്രേസൽ വെർബ്. അപ്പോൾ എന്താണ് കാൾ ഓൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻസ് ഷൗട്ട്, വിസിറ്റ്, ക്യാൻസൽ, റിമെമ്പർ. ഇവിടുത്തെ ആൻസർ വിസിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വിസിറ്റ്. ഇപ്പോൾ വിസിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരിയായിട്ട് വരുന്നത് വിസിറ്റ് എ പേഴ്സൺ ആണ് കേട്ടോ. ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോഴാണ് കാൾ ഓൺ എന്ന് വരുന്നത്. കാൾ ഓൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം വിസിറ്റ് എ പേഴ്സൺ ആണ്. ഇനി വിസിറ്റ് എ പ്ലേസ് ആണെങ്കിൽ കാൾ അറ്റ് ആണ് വരുന്നത്. അതായത് ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കാൾ ഓൺ. ഇനി ഒരു സ്ഥലത്തെ സന്ദർശിക്കുകയാണെങ്കിൽ കാൾ അറ്റ്. ഇപ്പോൾ കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് സീത ഹാസ് ബോട്ട് എ പെൻ. അതായത് സീത ഹാസ് ബോട്ട് എ പെൻ, അതിൻ്റെ പാസീവ് ഫോമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടെത്തേണ്ടത്. ഏതാണ് ഇതിൽ? ഓപ്ഷൻസ് എ പെൻ വാസ് ബോട്ട് ബൈ സീത, എ പെൻ ഈസ് ബോട്ട് ബൈ സീത, എ പെൻ ഹാസ് ബീൻ ബോട്ട് ബൈ സീത, എ പെൻ ഹാസ് ബീൻ ബൈയിങ് ബൈ സീത. അപ്പോൾ ഇത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വെച്ച് കണ്ടെത്തുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലുള്ളതാണ്. അപ്പോൾ അതിൽ ഹാസ് ഉണ്ടല്ലേ. ആക്റ്റീവ് വോയിസിൽ ഹാസ് വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസിൽ എന്താവും? അതിൻ്റെ കൂടെ ബീന് വരണം അല്ലേ. ഹാസ് ബീൻ എന്ന് വരണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന് വരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബീനുള്ളത് ഓപ്ഷൻ സിയിലും ഡിയിലും മാത്രമേ ബീനുള്ളൂ അല്ലേ. ഇവിടെ ബീനുണ്ട്, ഇവിടെയും ബീനുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ബിയും ക്യാൻസൽ ചെയ്യാം. അവിടെ രണ്ട് ബീനില്ല. പിന്നെ നോക്കേണ്ടത് വെർബ് എപ്പോഴും എന്തായിരിക്കണം? പാസീവ് ഫോമിൽ വെർബ് എപ്പോഴും V3 ഫോം ആയിരിക്കണം അല്ലേ. V3 ഫോം. അപ്പോൾ ഇവിടെ V3 ഫോം ആയിട്ടുള്ളത് ഏതാണ്? ബോട്ടാണോ ബൈയിങ് ആണോ? ബോട്ടല്ലേ, ബോട്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇവിടെ ബൈയിങ് ആണ്. ഓപ്ഷൻ ഡിയിൽ ബൈയിങ് ആണ്. ബൈയിങ് വരത്തില്ല. നമുക്കറിയാം പാസീവ് ഫോമിൽ എപ്പോഴും വെർബിൻ്റെ V3 ഫോമേ വരത്തുള്ളൂ. V3 ഫോം. അപ്പോൾ V3 ഫോമായിട്ട് ഇവിടെ ഉള്ളത് ബോട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാസ്, ആക്റ്റീവ് വോയിസിൽ ഹാസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബീന് വരണം. പാസീവ് വോയിസിൽ ബീന് വരണം. അപ്പോൾ ബീനായിട്ടുള്ളത് ഓപ്ഷൻ സിയും ഡിയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം അല്ലേ, പാസീവ് വോയിസിൽ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ബോട്ട് ഓപ്ഷൻ സിയിലാണ്. ഡിയിൽ ബൈയിങ് എന്നാണ് തന്നിരിക്കുന്നത്. അത് V3 ഫോം അല്ല. അപ്പോൾ ബോട്ടാണ് V3 ഫോം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ ചോദിക്കുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ആഡ്വർബ്. രാമു ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. ഈ സെൻറ്റൻസിലെ ആഡ്വർബാണ് കണ്ടെത്തേണ്ടത്. രാമു ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. ഓപ്ഷൻസ് വീക്ക്, റൺസ്, രാമു, ഫാസ്റ്റ്. അപ്പോൾ ഇതിലേതാണ് ആഡ്വർബായിട്ട് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആഡ്വർബ് ഏതാണ്? രാമു ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. ഇവിടുത്തെ ആഡ്വർബ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫാസ്റ്റ്. രാമു ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ് അല്ലേ. റൺസ് ഫാസ്റ്റ്. ആ ഓട്ടത്തെ, ക്രിയയെ വിശേഷിപ്പിക്കാനാണല്ലേ, വിശേഷിപ്പിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ്വർബ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് പെൻ യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് പെൻ യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ആർട്ടുകളാണല്ലേ. ആർട്ടുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻസ് ആൻഡ്, ദ, എ, നൺ. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ദ. അതായത് നമുക്ക് സെൻറ്റൻസ് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും അല്ലേ. ഡാഷ് പെൻ യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഏതെങ്കിലും പെന്നല്ല, അവർക്ക് ആവശ്യമുള്ള ആ പേന. ഒരു പെന്നിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്.
അവർക്ക് ആവശ്യമുള്ള ആ പേന ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡാഷ് പെൻ യു വാണ്ട്, അവന് ആവശ്യമുള്ള ആ പേന ഔട്ട് ഓഫ് സ്റ്റോക്ക്, അതായത് ഒരു പേനയെ പ്രത്യേകിച്ച് എടുത്ത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ഇതാണ് അല്ലേ, ദ പെൻ യു വാണ്ട്, ദ പെൻ യു വാണ്ട്, അവന് ആവശ്യമുള്ള ആ പേന അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ദ എന്നാണ്, ദ ആർട്ടിക്കിളാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് വെറ്റ്. വെറ്റ് എന്ന വാക്കിൻ്റെ സിനോണിം. ഇപ്പോൾ വെറ്റ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഉരയ്ക്കുക, വെറ്റ് എന്നതിൻ്റെ മീനിങ് മൂർച്ചപ്പെടുത്തുകയാണ് കേട്ടോ, മൂർച്ചപ്പെടുത്തുക. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്ന ഏതാണ് ഇവിടെ ഉള്ളത് ഓപ്ഷൻസിൽ സ്ക്രാപ്പ്, ബ്രീത്ത്, ഷാർപ്പൻ, കില്ല്. അപ്പോൾ മൂർച്ചപ്പെടുത്തുക എന്ന സെയിം മീനിങ് വരുന്ന ഏത് വാക്കാണുള്ളത്? ഷാർപ്പനാണ് കേട്ടോ, ഷാർപ്പൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഷാർപ്പൻ. അപ്പോൾ വെറ്റ് എന്നതിൻ്റെ അർത്ഥവും ഷാർപ്പൻ എന്നതിൻ്റെ അർത്ഥവും മൂർച്ച കൂട്ടുക അല്ലെങ്കിൽ മൂർച്ചപ്പെടുത്തുക എന്നൊക്കെ തന്നെയാണ്. പിന്നെ ബ്രീത്ത് നിങ്ങൾക്കറിയാം, അതുപോലെ കില്ലും അറിയാം. പിന്നെ സ്ക്രാപ്പ് എന്നതിൻ്റെ മീനിങ് ഉരയ്ക്കുക, ചുരണ്ടുക എന്നൊക്കെ മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെറ്റ് എന്നതിൻ്റെ സിനോണിമ് ഷാർപ്പൻ, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൂർച്ചപ്പെടുത്തുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വെയർ ഡാഷ്. അപ്പോൾ ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വെയർ ഡാഷ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റിപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് തന്നിട്ടുണ്ട് വെയർ, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റാണ് വരേണ്ടത്, അത് കഴിഞ്ഞാൽ വരേണ്ടത് സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഏതൊക്കെ ഉണ്ട്? ഓപ്ഷൻ എയും ബിയും ആണ് അല്ലേ. അതായത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം, പിന്നീട് വേണം വെർബ് വരേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, വെയർ എന്ന് തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം, അതിന് ശേഷം വെർബ് വരണം. ഇപ്പോൾ സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്ന ഏതൊക്കെ ഓപ്ഷൻസിലാണ്? ഓപ്ഷൻ എയും ബിയും ആണല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കേണ്ടത് ആം ഗോയിങ്ങും വാസ് ഗോയിങ്ങും. അപ്പോൾ നമുക്കറിയാം ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ അല്ലേ, പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. ആസ്ക്ഡ് മീ, ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ, പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പാസ്റ്റിലെ വരുന്നത് ഐ വാസ് ആണ് ആൻസർ, ഐ വാസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയണം? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വേർന്ന് തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം, സബ്ജക്റ്റിന് ശേഷം മാത്രമേ വെർബ് വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റിന് ശേഷം വെർബ് വരുന്നത് ഓപ്ഷൻ എയും ബിയും മാത്രമാണ്. ഇപ്പോൾ അതിനുശേഷം നോക്കേണ്ടത് ഓപ്ഷൻ എയിൽ ആം ഗോയിങ്ങും ഓപ്ഷൻ ബിയിൽ വാസ് ഗോയിങ്ങും. ഇപ്പോൾ പോലീസ്മാൻ ആസ്ക്ഡ് മീ അല്ലേ, ആസ്ക്ഡ് പാസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം പാസ്റ്റിലാണ് വരേണ്ടത്. അപ്പം പാസ്റ്റ് ആയിട്ടുള്ള വാസ് ആണ് യൂസ് ചെയ്യുന്നത്. ആം അറിയാമല്ലോ, പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ആം ഗോയിങ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ആവും. അപ്പം പാസ്റ്റ് ആയിട്ടുള്ള വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാറ്റ്യൂട്ടറി മീൻസ്. സ്റ്റാറ്റ്യൂട്ടറി എന്നതിൻ്റെ അർത്ഥം ഓപ്ഷൻ എ കൺട്രോൾഡ് ബൈ ലോ, ഓപ്ഷൻ ബി കൺട്രോൾഡ് ബൈ ദ പീപ്പിൾ, ഓപ്ഷൻ സി ക്വാളിഫൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്നതിൻ്റെ മീനിങ് കൺട്രോൾഡ് ബൈ ലോ ആണ് കേട്ടോ, കൺട്രോൾഡ് ബൈ ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്റ്റാറ്റ്യൂട്ടറി എന്നതിൻ്റെ മീനിങ് കൺട്രോൾഡ് ബൈ ലോ, നിയമത്താൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാനുണ്ടല്ലോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് കൺട്രോൾഡ് ബൈ ലോ, നിയമത്താൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു വൺ വേർഡായിട്ട് ഇതിൻ്റെ ഒരു വൺ വേർഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? ഒരു ലക്ഷ്യത്തിനായി ജീവിതം ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലേ, ഒരു ലക്ഷ്യത്തിനായി ജീവിതം ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തി. അതിനെ വൺ വേർഡ് എന്താ പറയുന്നത്? മർട്ടയർ ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ, മർട്ടയർ. മർട്ടയർ ആണ് ആൻസർ.
അപ്പോൾ എ പേഴ്സൺ ഹൂ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്, ഇതിൻ്റെ വൺ വേർഡ് എന്ന് പറയുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, മർട്ടയർ ആണ് ആൻസർ. ഒരു ലക്ഷ്യത്തിനായി ജീവിതം ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മർട്ടയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഡിയം ടൂത്ത് ആൻഡ് നെയിൽ മീൻസ്. ദ ഇഡിയം ടൂത്ത് ആൻഡ് നെയിൽ മീൻസ്, ശൈലി അല്ലേ ഇഡിയം. ടൂത്ത് ആൻഡ് നെയിൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് വിത്തൗട്ട് വെപ്പൺ, വിത്തൗട്ട് കറേജ്, വിത്ത് ദ അവൈലബിൾ വെപ്പൺ, വിത്ത് ദ ആൾ പവർ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിത്ത് ദ ആൾ പവർ. വിത്ത് ദ ആൾ പവർ. അപ്പം ടൂത്ത് ആൻഡ് നെയിൽ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് വിത്ത് ദ ആൾ പവർ, മുഴുവൻ ശക്തിയോടെ അല്ലേ, വിത്ത് ദ ആൾ പവർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസ് ദ ഡോർ പാസീവ് വോയിസ്. അപ്പോൾ ക്ലോസ് ദ ഡോർ എന്നതിൻ്റെ പാസീവ് വോയിസ് ആണ് എഴുതേണ്ടത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്ലോസ് ദി ഡോർ എന്നതിൻ്റെ പാസീവ് വോയിസ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഓപ്ഷൻ എ ലെറ്റ് ദ ഡോർ ക്ലോസ്, ഓപ്ഷൻ ബി ലെറ്റ് ദ ഡോർ ക്ലോസ്ഡ്, ഓപ്ഷൻ സി ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്, ഓപ്ഷൻ ഡി ലെറ്റ് ദ ഡോർ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ക്ലോസ് ദി ഡോർ, ഡോർ അടയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ആ ഒരു ഫോം എങ്ങനെയാണ് വരുന്നത്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വി ത്രീ. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വി ത്രീ. ഓക്കെ, അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏത് മോഡലിലാണ് വരേണ്ടത്? ലെറ്റ് വരണം, അതിനുശേഷം ഒബ്ജക്റ്റ് എന്താണോ അത് വരണം, അതിനുശേഷം ബി വരണം, അതിനുശേഷം വെർബിൻ്റെ വി ത്രീ ഫോം വരണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ലെറ്റ് അതിനുശേഷം ഒബ്ജക്റ്റ്, അതിവിടെ എല്ലായിടവും സെയിം ആണല്ലേ. ലെറ്റ് ദ ഡോർ, ലെറ്റ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഡോറാണ്, അതുവരെ കറക്റ്റാണ്. അതിനുശേഷം ബി കഴിഞ്ഞ് വി ത്രീ, ബി വരണം, വെർബിൻ്റെ വി ത്രീ ഫോം വരണം. അപ്പോൾ ബി ഇവിടെ എവിടെയേ ഉള്ളൂ? ഓപ്ഷൻ സിയിലല്ലേ ബി ഉള്ളൂ, ബാക്കി ഒരിടത്തും ബി ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്താണോ അതെഴുതുക, അതിനുശേഷം ബി എഴുതുക, അതിനുശേഷം വെർബിൻ്റെ വി ത്രീ ഫോം. അപ്പോൾ ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ഡാഷ് ഗ്രീൻ ഇങ്ക്. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ഡാഷ് ഗ്രീൻ ഇങ്ക്. പ്രൊപ്പോസിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻ. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ഇൻ ഗ്രീൻ ഇങ്ക്. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ഇൻ ഗ്രീൻ ഇങ്ക്. ഇന്നാണ് വരുന്നത്. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ഇൻ ഗ്രീൻ ഇങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു കം ടു മീ ഡാഷ്. അപ്പോൾ ഇഫ് ക്ലോസ് അല്ലേ, ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇഫ് യു കം ടു മീ ഡാഷ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഇഫ് ക്ലോസ് ഉണ്ട്, ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. അപ്പോൾ ഈ ഇഫ് ക്ലോസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, മെയിൻ ക്ലോസും ആണ് ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അതായത് മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് വരും, ആ ഒരു സെൻറ്റൻസിന് കംപ്ലീറ്റ് മീനിങ് വരും. ഇപ്പോൾ ഇഫ് യു കം ടു മീ എന്ന് പറയുമ്പോൾ അതിനൊരു സെൻറ്റൻസിന് ഒരു കംപ്ലീറ്റ് ഒരു മീനിങ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇഫ് ക്ലോസിൽ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസിൽ വി ഓൺ ആണെങ്കിൽ, വെർബിൻ്റെ വി ഓൺ ഫോം ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വിൽ ഓർ, ഷാൾ ഓർ, ക്യാൻ ഓർ, മേ പ്ലസ് വി ത്രീ, വി ഓൺ. ഓക്കെ, അപ്പം ഇഫ് ക്ലോസിൽ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്? ഇഫ് ക്ലോസിൽ കം ആണുള്ളത്, വെർബിൻ്റെ വി ഓൺ ഫോം ആണുള്ളത് അല്ലേ, വി ഓൺ ഫോം. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ പ്ലസ് വി ഓൺ വരണം, വെർബിൻ്റെ വി ഓൺ ഫോം വരണം. അങ്ങനെയുള്ള ഇതിൽ ഇവിടെ ഏതാ ഉള്ളത്? ഓപ്ഷൻ ബി അല്ലേ. ഇവിടെ അല്ലേ വില്ല് പ്ലസ് വി ഓൺ ഉള്ളത്? വില്ല് പ്ലസ് വി ഓൺ ആയ ഹെൽപ്പ്, വെർബിൻ്റെ വി ഓൺ ഫോം ഹെൽപ്പ്, അതല്ലേ കറക്റ്റ്? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസിൽ വെർബിൻ്റെ വി ഓൺ ഫോം ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ അതിനോടൊപ്പം അതിനുശേഷം വെർബിൻ്റെ വി ഓൺ ഫോം. ഇവിടെ വി ഓൺ ഫോം ഹെൽപ്പാണ്.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ വിൽ ഹെൽപ്പ് യു. ഇഫ് യു കം ടു മീ ഐ വിൽ ഹെൽപ്പ് യു. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ ഹാൻഡ്ഫുൾ മീൻസ്. ഷീ ഈസ് എ ഹാൻഡ്ഫുൾ. ഷീ ഈസ് എ ഹാൻഡ്ഫുൾ മീൻസ് എന്താണ്? ഓപ്ഷൻസ്: ഷീ ഈസ് വെരി സ്മാൾ, ഷീ ഈസ് വെരി സ്മാർട്ട്, ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ, ഷീ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ. അപ്പോൾ ഷീ ഈസ് എ ഹാൻഡ്ഫുൾ എന്നതിൻ്റെ അർത്ഥം ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ. ഷീ ഈസ് എ ഹാൻഡ്ഫുൾ എന്നതിൻ്റെ മീനിങ് ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ഇതേപോലത്തെ ഉള്ള മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാമെന്നുള്ളവരൊക്കെ കണ്ടു നോക്കുക. ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PSC ഇംഗ്ലീഷ് എന്നും PSC മലയാളം എന്നൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PSC കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവയൊക്കെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മളവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ കൊണ്ടുപോയി കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.